ചേട്ടൻ റെഡി ആയിട്ട് ഇന്ന് എന്തുകൊണ്ട് അപ്പോ നമ്മൾ റെഡി ആയിട്ടുണ്ടല്ലേ ഭരണകുട്ടി? ഇന്നലെ നമ്മൾ ഉറങ്ങിയിട്ടില്ല, കണ്ണൊക്കെ കണ്ടില്ലേ, ഡാർക്കായിട്ടുണ്ട്. അപ്പോൾ എല്ലാവർക്കും ഒരു പൂരം വ്ളോഗിലേക്ക് സ്വാഗതം. അപ്പം ഇപ്പം സമയം 5 മണി ആയിട്ടുണ്ട്. ഞങ്ങൾ ജസ്റ്റ് റെഡി ആയിട്ടുണ്ട് പോകാൻ വേണ്ടിയിട്ട് അല്ലേ. ഉറക്കം വരുന്നുണ്ട്, അതിൻ്റെ കൂടെ നല്ല ഉറക്കം വരുന്നുണ്ട്. പക്ഷെ എന്തായാലും ജസ്റ്റ് ഒന്ന് പോയിട്ട് വരാമെന്ന് വിചാരിച്ചു. പിന്നെ അച്ചു എപ്പം എത്തും? അച്ചു അവിടെ നിന്ന് പോകുന്നുണ്ട്. അത് അച്ചുകൂടി വന്നാലേ ഉള്ളൂ നമ്മൾ കംപ്ലീറ്റഡ് ആവുള്ളൂ. അപ്പം അച്ഛന് വെയിറ്റിംഗ് ആണ്. പിന്നെ അങ്ങനെയൊക്കെയാണ്. അപ്പം ഇന്നത്തെ പ്ലാന് ആദ്യം അമ്പലത്തിൽ പോയിട്ട്. അതെ, അപ്പം അമ്പലത്തിൽ പോയിട്ട് നമുക്ക് വേഗം വരാം. അപ്പോൾ ഇവിടെ തിരുവോർത്ത് വയ്ക്കുക പറയും, പൂരത്തിൻ്റെ ദിവസം. അപ്പോൾ അതാണ് നമ്മൾ ഇവിടെ നടന്നുകൊണ്ടിരിക്കുന്നത്. അപ്പോൾ ജസ്റ്റ് ഒന്ന് കാണിച്ചു തരാം. ഇതെല്ലാവരും ഇവിടെ ഉണ്ട്. ഇത് കഴിഞ്ഞ് നമ്മൾ നേരെ അമ്പലത്തിലേക്ക് പോകും. അപ്പോൾ അതാ നമ്മളൊക്കെ റെഡി ആയിട്ടുണ്ട് അല്ലേ പോവാന്. അമ്പലത്തിൽ പോയിട്ട് വരാം. അച്ഛൻ്റെ പൂരായിട്ട് അടിപൊളിയല്ലേ? അമ്പലത്തിലേക്ക് പോവാണ്, പോയിട്ട് വരാം. പോയിട്ട് തൊഴുതിട്ട് വരാം. ഓക്കെ. അമ്മായി കയറും, അപർണക്കുട്ടി കാണുന്നുണ്ട്. അതാ ഞങ്ങളിങ്ങനെ ജസ്റ്റ് പോയിക്കൊണ്ടിരിക്കുകയാണ്. ഇന്നലെ ഒരു പോള കണ്ണടച്ചിട്ടില്ലേ ഞങ്ങൾ? അതെ, ഞങ്ങൾ കുറേ നേരം സംസാരിച്ചിരുന്നു. പിന്നെ എല്ലാം കഴിഞ്ഞ് എത്തിയപ്പോഴേക്കും 2 മണിയായി അല്ലേ. പിന്നെ ഒന്ന് മയങ്ങി. അത് കഴിഞ്ഞപ്പോഴേക്കും ഓണായി. പിന്നെ ഇവിടെ ഫുള്ള് തിരക്കാണ്. ഇപ്പോൾ ഈ ഒരു ടൈമിലുള്ള തിരക്ക് ജസ്റ്റ് കാണിച്ചാൽ ഒരാളുള്ള ക്യൂ ആണ് ഗൈസ്. അതെ, ചന്ദനം തൊട്ടപ്പോഴാണ് ഫേസ് റേഷ്യന് മുല്ലപ്പ് വേണോ? മതി നോക്കിയത്, കണ്ണൊക്കെ ചുവന്നിരിക്കണോ കളക്ഷൻ പിടിച്ചിട്ടേ. നല്ല കളക്ഷൻ എന്താണ് ആ ഉദ്ദേശം? എന്തെങ്കിലും പറയുന്നു കുട്ടികളെ. എന്തോ ഒരു ഉടായ്പുണ്ട്. ഒരു ഉടായ്പുണ്ട്. മാല കെട്ടിക്കെടുക്ക, അമ്മയ്ക്ക് പൂ വെച്ചെടുക്കുക. മുല്ലപ്പൂ ചൂടണം എന്നാണ്, അതാണ് പരിപാടി. അമ്മയ്ക്ക് മൈലാഞ്ചി ഇടുന്നത്ര. ചെറിയ കുട്ടിയാണ്, മനസ്സ് ചെറുതാന്നുള്ളൂ അമ്മ, വലുതായി എന്നുള്ളൂ. പ്രാവശ്യം നമ്മള് നേരത്തെയാണ് എന്തായാലും നല്ല തൊഴുതു വന്നത്. അല്ലെങ്കിൽ കുറച്ചുകൂടി നമ്മൾ ലേറ്റ് ആവാറുണ്ട്, 6:30 ആവും. അതെ, അവിടെ പാട്ടൊക്കെ പാടും. അതുകൊണ്ട് എന്തായി, തിരക്കിലൊന്നും പെടാതെ അത്യാവശ്യം നന്നായി തൊഴാൻ നമ്മൾ തൊഴുതു. അതെ, അമ്മ ഇൻട്രസ്റ്റ് കൂട്ടുന്നോണ്ടാണ് കേട്ടോ ലച്ചാ. അമ്മ ഇൻട്രസ്റ്റ് കൂട്ടുന്നോണ്ടാണ് നമ്മൾ തീർച്ചയായിട്ടും ഇങ്ങനെയൊക്കെ വരുന്നത്. അമ്മയാണ് അതിന്റെ മെയിൻ. പാരമ്പര്യമായിട്ട് ഞാൻ തുടരണം. അടിപൊളിയായിട്ട് തൊഴുതു കേട്ടോ. അപ്പോൾ ഇനി നമുക്ക് നേരെ വീട്ടിലേക്ക് പോവാം. അങ്ങനെയൊക്കെയാണ്. എല്ലാവരും കാറിൽ കയറി ചേട്ടൻ റെഡി ആയിട്ടുണ്ട്. എന്താ അമ്പലത്തിലേക്ക് കയറാഞ്ഞ്? അതായിരുന്നു അല്ലേ. ഞാൻ തന്നെ. അപ്പോ അളിയനും പെങ്ങളും കുട്ടികളുമായിട്ട് പൂരം പൊടി പൊടിക്കാൻ വേണ്ടി ഇപ്പൊ പൂരം തകർത്തു. ഓക്കെ, ഒരു ആള് അളിയനും പെങ്ങളും കാത്തിരിക്കുന്നു അവിടെ. അങ്ങോട്ട് നോക്കൂ, സ്വന്തം ട്രെയിൻ നീയാ ഓടിച്ചതെന്ന് കേട്ടു. അതെ, അച്ഛനെ പ്രഭുട്ടാ ഹാപ്പി ഇന്നത്തെ പൂരം പ്രമാണിച്ച് അടിപൊളി കലാപരിപാടികളൊക്കെ ഉണ്ട്. കാത്തിരുന്ന
അവിടെ നിക്കണ്ടേന്നോ ബൈ ആണ് അപ്പൊ നമ്മളെ കേറി ചു, എന്റെ ഒരു മാസത്തേക്കോ നാളെ കഴിഞ്ഞ ഗെറ്റ് ഔട്ട്. ഒരു മാസത്തിനാണ് തോന്നുന്നു. കേറു കേറു. സിറ്റ്. നമുക്കിങ്ങനെ ഒന്ന് ഇറക്കി കൊടുക്കാം. നല്ല പരിപാടി ഇവിടെ. വിരുന്നോ? നിങ്ങളുടെ വിരുന്നാണ് ഇവിടെ നടന്നുകൊണ്ടിരിക്കുന്നത്. ആ, എത്ര ദിവസമായി കല്യാണം കഴിഞ്ഞിട്ട്? 2 സെക്കൻഡോ? അല്ല 2 സെക്കൻഡ്. ഇപ്പൊ 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 അല്ല, ഉള്ളി അരിഞ്ഞപ്പോ ക്രഷ് അടിച്ചു കെട്ടി. അതാണ് ഇനി പിരിയില്ല, ഇങ്ങനെ ഒരുമിച്ചിരിക്കാനുള്ള. ഇനി ഭാവി പ്ലാൻസ് എന്താ? ഉള്ളിക്കട ഇടണോ അതോ അരിഞ്ഞെടുക്ക? അതെ അതെ. ഹലോ, ഇന്ന് എന്തുകൊണ്ട് ഇങ്ങനെ അച്ഛൻ അങ്ങനത്തെ ഇട്ടു വരുത്തിയതാണ്? യൂണിഫോം അതെല്ലേ, മാച്ചാണ്. ചേഞ്ച് ചെയ്ത് വിളിച്ചു. ഫുള്ള ആൾക്കാരായിരിക്കും അല്ലേ? അതൊക്കെ ഒന്ന് കാണാം. അതെ, അടുത്ത പൂരത്തിന് എല്ലാവരും വരിക. ചെനക്കത്തൂര് പ്രസിദ്ധിയാർജിച്ച പൂരാണ്. ചെനക്കത്ത് പൂരം എന്ന് പറഞ്ഞാൽ തനിക്കത്ത് പൂരം. അതാണ്. ഓക്കെ, അപ്പൊ ഇനി ചായ കുടിക്കാം. ചക്കര കുട്ടിയാണ്. ചക്കര ഇനി അടുത്ത റീല് കരയണേ. ഇത് ഓർക്കുന്നുണ്ടോ? കരി കരി കരയണില്ല. ഒരു തുള്ളി കണ്ടിരിക്കും. ഇതാണ് നമ്മളെ സർപ്രൈസ്. ശരത്തേടെ ഇതുപോലെ എനിക്കൊരു സർപ്രൈസ് തന്നിരുന്നു. അപ്പൊ ഞാൻ ആ വീഡിയോ കാണാത്തവര് കാണുക. അച്ഛൻ അന്ന് കരഞ്ഞ് സീനാക്കിയിരുന്നു അല്ലേ? ഈ കുട്ടികളെ കഴിഞ്ഞിട്ട് വിളിച്ചാൽ അത് ഉറങ്ങിക്കോട്ടെ. വിളിക്കാതെ വന്ന് കഴിക്കുന്ന അളിയൻ. ഇന്ന് കഴിക്കാൻ പൊറോട്ട, നാടൻ ചിക്കൻ കറി, സാമ്പാർ, ഇഡ്ലി. അപർണയൊക്കെ വീണു ഗൈസ്. കളിക്കാം. ലാസ്റ്റ് ആയിട്ട് ഇൻസ്റ്റഗ്രാമില് സെർച്ച് ചെയ്തത് ആരെയാണ്? വല്ല സിനിമ നടനെയോ? നിർബന്ധമാണോ? വല്ല സിനിമ നടനോ? നമുക്ക് നോക്കാം. ഓ ആരെ നോക്ക്. ആംബുലൻസ് വിളിക്കോ? നിലവിളി ശബ്ദം ഇട്ടോളൂ. എനിക്ക് എന്തിനാ വിനയിനെ സെർച്ച് ചെയ്ത്? കണ്ണൻ സെർച്ച് ചെയ്തോ? പറയാല്ല, വിശക്കുണ്ട്. എല്ലാവരും ഫുഡ് കഴിക്കണം. അമ്മമാരൊക്കെ നേരത്തെ കഴിച്ചു അല്ലേ? കാരണം നമ്മൾ മാത്രമേ ഉള്ളൂ. കാരണം എന്താ വെച്ചാൽ അവരാണ് കഷ്ടപ്പെട്ടത്. അപ്പൊ അവർക്ക് ഫസ്റ്റ് ഫുഡ് കൊടുത്തിട്ട് നമ്മള് ലാസ്റ്റ് കാറ്ററിങ് നമ്മളാണ് ഏറ്റവും. എന്നിട്ട് നമ്മൾ ഇതൊക്കെ ക്ലീൻ ചെയ്തിട്ട് നമ്മൾ നേരെ റെഡിയാവും അല്ലേ? ഡ്രസ്സൊക്കെ ചെയ്ത് നമ്മൾ രാവിലത്തെ ഡ്രസ്സ് ഇട്ടാ പോരെ? മതി. ഒരുപാട് ആർഭാടം വേണ്ട. വൈഷു ആണ് വെളുപ്പത്തേന് പിമ്പിളാ. അച്ചു റൈസർ മറന്നുണ്ട്. അപർണ എല്ലാവരും ഉണ്ട്. അപ്പൊ നമുക്ക് വേഗം കഴിക്കാം. റെഡിയായി അച്ചു? ബാക്കിയുള്ളവരെവിടെ? ബാക്കിയുള്ളവരൊക്കെ കുറച്ച് ആൾക്കാർ കാറിൽ പോയി. അതെ കുറച്ച് ആൾക്കാരെ ഉള്ളൂ വരാം. അതെ, യെസ്. വൈഷു സെറ്റ് അല്ലേ? ഒരു മാസ ലുക്കില് വരുന്നുണ്ട്. ഒരു പാട്ട് ഇട്ട് കൊടുത്താലോ? സെറ്റ് നമ്മളിപ്പോ ഇറങ്ങാൻ നിക്കാണ്. വൈഷു ആനപുരത്തിന്റെ കൂടി ഞങ്ങൾ ആദ്യമായിട്ടാണ്.
അച്ഛന് വഴി പോലും അറിയില്ല. പോലീസിന്റെ അടുത്ത് പോവും അച്ചു. വണ്ടൂരിൽ വന്ന ദേവിക അനൗൺസ് ഒന്നും ചെയ്യാൻ പറ്റില്ല. ഞാൻ വണ്ടൂരിൽ നിന്ന് വന്ന ദേവിക വഴി തെറ്റിട്ടുണ്ട്. ഇല്ല, അങ്ങനല്ല പറയാ. അച്ഛൻ പറയണേ എന്റെ കൂടെ വന്ന എല്ലാരും എല്ലാരും വഴി തെറ്റി. എനിക്ക് കൂടെ വന്ന 42 പേര് വഴി തെറ്റിയിട്ടുണ്ട്. ഈ പാടത്തിന്റെ അവിടെ ചെറിയൊരു അമ്പലമുണ്ട്. ആ അമ്പലത്തിൽ നിന്ന് നേരെ നമ്മള് ചെനക്കത്ത് പോയി. ഇവിടെ നിന്ന് ഒരു ആനപ്പൂരുണ്ട്. അപ്പൊ നമ്മള് അമ്പലത്തിൽ നിന്ന് കുറച്ച് നടക്കാന്ന് വിചാരിച്ചു. കാറ്റുണ്ടായത് കൊണ്ട് ഉണ്ടാവില്ല. നല്ല അളിയനെ എവിടെ ഞങ്ങള് ജസ്റ്റ് നടക്കാൻ വിചാരിച്ചു. ഇവിടത്തെ കൂടെ ഉള്ളൊരു നടത്തം അല്ലേ അച്ഛാ? കൊച്ചികൾ. അതെ, നമുക്ക് അത്ര ഫീൽ ചെയ്യുന്നില്ല. മോരുവെള്ളം ഇവിടെ മോരുവെള്ളം പ്രാപ്തിയുണ്ട്. അതെ, ഓരോ ക്ലാസ് മോരുവെള്ളം കുടിച്ചിട്ട് നമുക്ക് അടുത്ത യാത്ര തുടങ്ങാം. ഓക്കെ. ചാർന്നുണ്ട്. മഴ പെയ്യോ? അതെല്ലേ? അതെയോ? എനിക്ക് എന്താണ് ഈ നിമിഷത്തിൽ പറയാതെ? മഴ പെയ്യും. നമ്മളെ പ്ലാനൊക്കെ സ്കൂളിലാവുന്ന അവസ്ഥയാണ്. മഴ പെയ്യാണ്. പ്ലാനൊക്കെ തെറ്റി, കാരണം മഴയാണ്. അതാണ്. നല്ല ആൾക്കാരും ഓൺ പവറാണ്. പക്ഷെ മഴ പവറായ വിഷമാവും. അവർക്ക് 550 കൊടുക്കും. ആയിക്കോട്ടെ. ഈ അച്ഛൻ്റെ ഈ കളറിലുള്ള 501 വേഗം അച്ഛാ. ഈ റോട്ടിൽ ഇനി വണ്ടികൾ വരില്ലല്ലോ? അല്ലല്ല, പൂരം കഴിഞ്ഞതിന് ശേഷം സർവീസ് ഉണ്ടാവുള്ളൂ. അതെ, ആനപ്പൂരം നമ്മളവിടെ നിന്ന് കണ്ടില്ല ആനകൾ. ബ്ലോഗ് എടുക്കണ്ടേ? മഴയാണ് നമ്മളെ ചതിച്ചത്. അടിപൊളി ക്ലൈമറ്റ് ആണ്, ബട്ട് മഴ ചെണ്ടക്കാരെ കൊണ്ടു കയറി. എന്റെ ടീമിന്റെ പേര് മഴ കഴിഞ്ഞാൽ നമ്മൾ വീണ്ടും തുടങ്ങുന്നതായിരുന്നു. കാനപ്പുരം പോകുന്നുണ്ട്, പക്ഷെ മഴ ആയതുകൊണ്ട് നമുക്കിവിടെ പോകാൻ പറ്റില്ല. വീണ്ടും നമ്മൾ പൂർണ്ണ ശക്തിയോടെ തിരിച്ചു വന്നിരിക്കുകയാണ്. മഴ ഒന്ന് ശാന്തമായപ്പോൾ നമ്മൾ ഇറങ്ങി. ശാന്തയോ? ദൂരേന്ന് ഒരു ആലപ്പുഴ വരുന്നുണ്ട്. നമ്മൾ മഴയെ കാരണം നമുക്ക് അതിനെ കാണാൻ വരുന്നുണ്ട്. അടിപൊളിയായിട്ട് കാണാം. അടിപൊളി പൂരം. അങ്ങനെ ദൈവം വന്നിട്ടുണ്ട് ഞങ്ങളെ കൊണ്ടുപോവാൻ. ഒരേ വൈബാ, ഒരേ വൈബ്.
കുട്ടികളുടെ അച്ഛനാണ് അച്ഛോ തടുക്കപ്പെട്ട ശരത്തേനെ മിസ് ചെയ്തു നമുക്ക്. ശരത്തേട്ട ആനപ്പൂരത്തിന്റെ കൂടെ പോയി പോയിട്ട് റെസ്റ്റ് ചെയ്യാ കാരണം നമ്മള് പൂരൊക്കെ ഒരുവിധം നമ്മൾ ആസ്വദിച്ചു. ഇനി നമ്മള് വീട്ടിലേക്ക് പോവാണ്. ബാക്കിൽ എല്ലാവരും ഉണ്ട്.